മുംബൈയിൽ വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണം ശ്വാസകോശ ക്യാൻസർ കേസുകൾക്ക് പ്രധാന കാരണമാകുന്നതായി മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിനിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മുംബൈ നഗരത്തിലെ മലിനീകരണം ഇനി പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പിന്റെ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിനിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. രോഗനിർണയിക്കപ്പെട്ട ശ്വാസകോശ ക്യാൻസർ കേസുകളിൽ 57% വരെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളിൽ സ്തനാർബുദ കേസുകളും വർദ്ധിക്കുന്നു. ക്യാൻസർ കേസുകളുടെ കുതിച്ചുചാട്ടം ആശങ്ക ഉയർത്തുമ്പോൾ ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ക്യാൻസർ പരിശോധനയും ചികിത്സയും ശക്തിപ്പെടുത്താൻ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ത്രിതല ആരോഗ്യ സംരക്ഷണ സംവിധാനം പ്രഖ്യാപിച്ചു. ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയുടെ മാതൃകയിൽ 100 ആശുപത്രികൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ഇപ്പോൾ 8 ജില്ലകളിൽ മാത്രം റേഡിയോ തെറാപ്പി സേവനം ലഭ്യമാണ്. 26 സ്ഥലങ്ങളിൽ കൂടി സൗകര്യം ആരംഭിക്കാൻ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. വായു മലിനീകരണം ഭീഷണി ഉയർത്തുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോൾ നഗരവാസികൾക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം ശുദ്ധവായുവിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നാണ്.